പാലക്കാട് ബി.ജെ.പിയിലെ ചേരിപ്പോര് സ്ഥാനാർത്ഥി നിർണയത്തിലും. നിലവിലെ ചെയർപേഴ്സൺ പ്രമീള ശശിധരനെ കൃഷ്ണകുമാർ പക്ഷം വെട്ടി. ബി.ജെ.പി ദേശീയ കൌൺസിൽ അംഗം എൻ ശിവരാജനും സീറ്റില്ല. കൃഷ്ണകുമാറിന്റെ ഭാര്യ മിനി കൃഷ്ണകുമാർ അയ്യപുരത്ത് മത്സരിക്കും. താൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ലെന്ന് ബി.ജെ.പി ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ പറഞ്ഞു. സാജിദ് അജ്മലുണ്ട് വിവരങ്ങൾ നൽകാനായി. സാജിദ്, കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി പട്ടിക, പാലക്കാട് നഗരസഭയിലെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങിക്കഴിഞ്ഞു. ഇനി ഏതാനും വാർഡുകളിൽ, അത് ബി.ജെ.പിക്ക് അത്ര ശക്തിയില്ലാത്ത വാർഡുകളിലെ ഏതാനും ആളുകളെ മാത്രമാണ്, സ്ഥാനാർത്ഥികളെ മാത്രമാണ് പ്രഖ്യാപിക്കാനുള്ളത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ 2 തവണ ഈ ചെയർപേഴ്സൺ ആയിരുന്ന പ്രമീള ശശിധരനെ വെട്ടി എന്നുള്ളതാണ്. അത് വലിയ തോതിൽ ഈ ചർച്ചകൾ നടന്നിരുന്ന ഒരു സംഭവം കൂടിയായിരുന്നു. അതോടൊപ്പം തന്നെ മുതിർന്ന നേതാവും ദേശീയ കൗൺസിൽ അംഗവുമായ എൻ ശിവരാജനെ വെട്ടി. എൻ ശിവരാജൻ മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന വാർഡിൽ നിലവിൽ നൽകിയിരിക്കുന്നത് ഇ കൃഷ്ണദാസിനാണ്. ഇ കൃഷ്ണദാസ് സംസ്ഥാന ഈ ട്രഷററും അതോടൊപ്പം തന്നെ വൈസ് ചെയർമാനുമാണ്, നഗരസഭയുടെ വൈസ് ചെയർമാനുമാണ്. അദ്ദേഹം ഈ കൃഷ്ണകുമാർ വിരുദ്ധ പക്ഷത്താണ്. അദ്ദേഹത്തെയാണ്, അതായത് കൃഷ്ണകുമാർ വിരുദ്ധ പക്ഷത്തെ തന്നെ ഒരു കൺഫ്യൂഷനാക്കുന്ന തരത്തിൽ ഒരു നടപടിയാണ് ചെയ്തിരിക്കുന്നത്. മിനി കൃഷ്ണകുമാർ അയ്യപുരത്ത് നിന്നാണ് മത്സരിക്കുന്നത്. അതോടൊപ്പം ഈ പ്രശാന്ത് ശിവൻ ജില്ലാ പ്രസിഡന്റ് മത്സരിക്കുമെന്നും ചെയർമാൻ സ്ഥാനാർത്ഥിയാണ് എന്ന് കാര്യമായി തന്നെ ബി.ജെ.പിക്കകത്ത് ചർച്ച നടന്നിരുന്നു. സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ ഈ പാലക്കാട് നഗരസഭയുടെ ചെയർമാൻ അഭിവാദ്യം എന്ന് പറഞ്ഞ് ബി.ജെ.പി RSS പ്രൊഫൈലുകൾ തന്നെ വലിയ തോതിൽ ഷെയർ ചെയ്തിരുന്നു. എന്നാൽ സംസ്ഥാന നേതൃത്വം ജില്ലാ പ്രസിഡന്റ് പോലെയുള്ള ഒരു പ്രധാന പദവിയിലിരിക്കുന്ന ആൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കരുത്, പകരം തെരഞ്ഞെടുപ്പിന് ചുമതല വഹിക്കുകയാണ് വേണ്ടത് എന്നൊരു നിലപാട് എടുത്തതാണ് ഈ പ്രശ്നം പരിഹരിക്കുന്നതിലേക്ക് എത്തിച്ചത്. അതുകൊണ്ട് പ്രശാന്ത് ശിവൻ താൻ മത്സരിക്കുന്നില്ല, മാധ്യമങ്ങളാണ് അത്തരം വാർത്തകൾ നൽകിയത് എന്ന് പറഞ്ഞു. മാധ്യമങ്ങൾ വാർത്ത നൽകുക എന്നതിനപ്പുറം ഈ സംഘപരിവാർ പ്രൊഫൈലുകൾ തന്നെയാണ് വലിയ തോതിൽ അത് പ്രചരിപ്പിച്ചിരുന്നത്. എന്തായാലും പ്രശാന്ത് ശിവൻ ഈ ചെയർമാൻ സ്ഥാനാർത്ഥിയല്ല, അദ്ദേഹത്തിന് സീറ്റുമില്ല. ഈ പകരം ഇ കൃഷ്ണദാസ് ആയിരിക്കും ഒരുപക്ഷെ ഈ ചെയർമാൻ സ്ഥാനാർത്ഥി എന്നുള്ളതിലേക്ക് പോകുന്നത്.